വിടവാങ്ങിയ ബഹുമുഖ ചലച്ചിത്ര പ്രതിഭ ശ്രീനിവാസൻ ആദ്യകാലത്ത് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം. തലശ്ശേരി പിലാക്കുൽ മട്ടാമ്പ്രത്തു നിന്നും 14 വർഷത്തോളം തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്ന സായാഹ്ന പത്രമായ മിത്രത്തിൻ്റെ എല്ലാമായിരുന്നു ശ്രീനിവാസൻ. പത്രാധിപരും പബ്ലിഷറും പ്രിൻ്ററുമെല്ലാമായിരുന്ന പാട്യം കൊങ്ങാറ്റയിലെ മാണിയാറത്ത് മിത്രം രവീന്ദ്രൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ശ്രീനിവാസൻ. അങ്ങനെയാണ് ശ്രീനിവാസൻ മാധ്യമ പ്രവർത്തകനായതെന്ന് ആ ഓർമ്മയിൽ മിത്രം രവീന്ദ്രനാഥ് പറയുന്നു. പത്രപ്രവർത്തകനായ ശ്രീനിവാസൻ എഡിറ്റോറിയൽ എഴുതും, പൊതുവാർത്തകൾ എഴുതും, സ്റ്റോറികൾ എഴുതും, ഫീച്ചറുകളും എഴുതുമായിരുന്നെന്ന് രവീന്ദ്രനാഥ് ഓർക്കുന്നു. ചെറുപ്പം മുതലേ രണ്ടുപേരും നല്ല ചങ്ങാതിമാർ. രണ്ടുപേരുടെയും അച്ഛന്മാർ തമ്മിലും രണ്ട് രാഷ്ട്രീയ വീക്ഷണമായിരുന്നെങ്കിലും നല്ല ബന്ധമായിരുന്നു. ആ ബന്ധം മക്കളിലേക്കും വളർന്നാണ് ശ്രീനിവാസനും രവീന്ദ്രനാഥും സുഹൃത്തുക്കളായത്. പിന്നെ ഫാമിലി ഫ്രണ്ട്സാണ്. അവൻ്റെ അച്ഛൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് നമുക്കറിയാം. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അവൻ്റെ അച്ഛനുമായിട്ട് നല്ല ബന്ധമാണ്. പിന്നെ ഇവൻ്റെ ചെറുപ്പത്തിലേ അറിയാം. പക്ഷേ എങ്കിൽ നമ്മൾ ശരിക്കും പിന്നെ അതൊരു ഇവൻ്റെ ഏട്ടനിലായിട്ട് കളിച്ചു ഇതാക്കി. അപ്പം ഇവർ വെള്ളരി നാടകങ്ങളിലോ ഇവരെ വയലിൽ അവതരിപ്പിക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വീട്ടിൻ്റെ ഭാര്യ ഏറ്റെടുത്തപ്പോൾ ഇവന് മട്ടന്നൂർ കോളേജിൽ പഠിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതിനിടയിൽ രണ്ടുപേരും ചേർന്ന് നാട്ടിൻപുറത്ത് നിരവധി വെള്ളരി നാടകങ്ങൾ അവതരിപ്പിച്ചു. നാട്ടിലെ കൽപ്പന ആർട്സിന്റെ പ്രസിഡന്റായിരുന്നു അക്കാലത്ത് ശ്രീനിവാസൻ. കൽപ്പന ആർട്സിന്റെ ബാനറിൽ സാമൂഹിക പ്രാധാന്യമുള്ള നാടകമായ അഹല്യ വേറ്റുമലിലെ ചുരുട്ട് കമ്പനിയിൽ അരങ്ങേറി. PR ചന്ദ്രൻ IPS എഴുതിയ ആ നാടകത്തിൽ രണ്ടുപേരും വേഷമിട്ടതും രവീന്ദ്രനാഥ് ഓർക്കുന്നു. സംവിധായകൻ ശ്രീനിവാസൻ തന്നെയായിരുന്നു. കോളേജിൽ നാടകത്തിനെല്ലാം പിന്നെ ഇവരെ യൂത്ത് ഫെസ്റ്റിവലിന് അവരെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം ഏറ്റവും നല്ല പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല നടനായിരുന്നു. ജോലി വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് ചുമതലപ്പ് ഏട്ടന്മാർ. അങ്ങനെ ഞാൻ നെയ്വേലിയിൽ നിന്ന് ജോലി വിട്ടിട്ട് വന്നു. അങ്ങനെ ആ സമയത്ത് ഇവൻ വന്നങ്ങനെ ഞങ്ങളിവിടെ കൽപ്പന ആർട്സ് എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങി. എഴുതാനുള്ള നമ്മളിപ്പം വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ നമ്മൾ എഴുതുമ്പം ഭയങ്കര സീരിയസ് ആയിട്ട് എഴുതും. ബട്ട് അവൻ അതിനെ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് ഭയങ്കര ആസ്വാദക രീതിയിൽ ചിരിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള വിധത്തിൽ എഴുതും. അപ്പോൾ അവനാടുന്ന ഒരുപാട് ലേഖനങ്ങളിൽ ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് പത്രം നിലച്ചപ്പോൾ രണ്ടുപേരും തൃക്കരിപ്പൂരിലെ ദേശീയ കലാവേദി നാടക ട്രൂപ്പുമായി ബന്ധപ്പെട്ട് നാടക പ്രവർത്തനം സജീവമാക്കി. അതിൽ കാൽവരയിലെ മലമുകളിൽ എന്ന നാടകം ശ്രീനിവാസൻ സംവിധാനം ചെയ്തു. അതിൽ രണ്ടുപേരും വേഷമിട്ടു. കണ്ണൂർ ജില്ലയിൽ അരങ്ങേറിയ ഒട്ടുമിക്ക നാടകങ്ങളിലും ഇരുവരും പിന്നീട് വേഷമിട്ടു. പിന്നീട് കുന്നംകുളത്തുള്ള ബ്യൂറോ ആർട്സ് റിക്രിയേഷൻ ക്ലബ്ബുമായി ചേർന്ന് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത സാമൂഹിക നാടകം ജനിസ്മൃതി വൻ വിജയമായി. സിനിമയുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസൻ നാട്ടിൽ നിന്ന് പോയ ശേഷവും ബന്ധം ഊഷ്മളമായി തുടർന്നെന്നും രവീന്ദ്രനാഥ് ഓർക്കുന്നു. എനിക്ക് ഏറ്റവും ഓർമ്മ ജനിസ്മൃതി എന്ന് പറഞ്ഞ നാടകം നമ്മൾ കുന്നംകുളത്ത് അവതരിപ്പിച്ച എന്നും ഓർമ്മയില്ല. ആ കാലഘട്ടത്തിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു മത്സരത്തിന് വലിയൊരു മത്സരം. അതിന് ഒരു വിധമില്ലാണ്ട് ഒരു പ്രത്യേക ഹ്യൂമറിക് സെൻസിൽ അതൊരു സെറ്റയർ ഒരു പ്രത്യേക തരത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ് അത് ജനങ്ങൾ മുഴുവൻ ഞെട്ടിപ്പോയ ഒരു സംഭവമാണ്. നമ്മളിവിടുന്ന് നമ്മൾ വീടുകളിലാണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നത്. പ്രഭാരം മാഷ് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. പ്രഭാരം മാഷ് എന്നിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസ് ചാമ്പർ ഓഫ് ഇതിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിൻസിപ്പളായി, വൈസ് പ്രിൻസിപ്പൾ, അത് പിന്നെ പ്രിൻസിപ്പൾ. അങ്ങനെയാണ് അവിടെ കിട്ടുന്നത്. കുടുംബാംഗമായി മറ്റേ കലയെല്ലാം വേറെ കലയെന്നൊക്കെ കലയുണ്ട്. കലയിനോട് നമ്മൾ ബന്ധപ്പെട്ടും പക്ഷെങ്കിൽ അത് നല്ലൊരു കുടുംബാംഗമായിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ അനിയൻ്റെ മാതിരി പോയത്. അത് ഭയങ്കര ദുഃഖകരമായൊരു വസ്തുതയായത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.